ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുഷ്പ 2 ദ റൂളർ സിനിമയുടെ ട്രെയിലർ 6:03 വരും പറഞ്ഞ് കാത്തിരിക്കുകയാണ്. സാധനം കുറെ വന്നിട്ടുണ്ട്. ഹിന്ദി വന്നിട്ട്, തെലുങ്ക് വന്നിട്ടുണ്ട്, മലയാളം ഇത്രയും നേരം കാത്തിരുന്നു. 6:17 ഇപ്പോഴും സംഗതി വന്നിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടും എനിക്കറിയില്ല. എന്തായാലും ഞാൻ തെലുഗു അത് റിയാക്ഷൻ ചെയ്യാൻ പോണ്. മലയാളം വന്നിട്ട് പിന്നീട് നമ്മൾ അത് വേറെ റിയാക്ഷൻ ചെയ്യുന്നതായിരിക്കും. കാരണം മലയാളം കാണുന്നതിന്റെ ഒരു ഇഫക്റ്റ് എന്തായാലും കിട്ടില്ല. പക്ഷേ ആരാണ് ആരാണ് അല്ലു അർജുനാണ്. അപ്പൊ അതിന്റെ ഒരു സ്വാഗ് ഏത് ഭാഷയാണെങ്കിലും ഉണ്ടാവും. ലെറ്റ്സ് വാച്ച്. റെഡി. 2:48 കേട്ടോ. ഓ ഓ ഓ ഫസ്റ്റ് തന്നെ യമണ്ടൻ డబ్బంటే లెక్కలేదు, పవరంటే భయం లేదు. వీళ్ళలో తినేల బాధ ఏదో ఉంది. पुष्प ढाई अक्षर, नाम छोटा है लेकिन साउंड बहुत बड़ा. పుష్ప అంటే పేరు కాదు, രശ്മിക పుష్ప అంటే బ్రాండ్. ഓ എന്റെ മോനത് ഫുൾ മാസ് మళ్ళీ నా పెళ్ళం పెళ్ళం మాట మూడింటే ఎట్ట ఉంటుందా? ഓ ప్రపంచకాన్ని చూపిస్తా. ലിസൺ ടു ഹിസ് വൈഫ്. അത് പൊളി. अरे दीवानो मुझे पहचानो. ഓ അണ്ടർസ്റ്റാൻഡ്. పార్టీ ఉంది పుష్ప, పార్టీ ఉంది. ഉണ്ട്. నాకు రావాల్సిన పైసా నాయనా తనైనా జమ్మూ మ్యూజిక్ కొండల ఎంత మీద ఉన్నా, 7 సముద్రాలు దాటున్నా పోయి తెచ్చుకునేదే పుష్పవాడ అలవాటు. పుష్ప అంటే నేషనల్ అనుకుంటారా? ജസ്റ്റ് നാഷണൽ. ఇంటర్నేషనల్. നോ മേഴ്സി. ఫైర్ కదా. പൊളി പൊളി പൊളി. వైల్డ్ ఫైర్. ബ്ലാസ്റ്റിംഗ് 5-ന്. എന്താ സാധനം. 4:30 ഇതിന്റെ ഫാൻ ഷോ വെച്ചിട്ടുള്ളത്. മസ്റ്റ് ആയിട്ട് 4:30 കാണാം. അത് എവിടെയാണെങ്കിലും. ഇവിടെ സംഭവം 4:30 വേറെ കുറച്ച് ദൂരം പോകണം. വണ്ടൂര മഞ്ചേരിയൊക്കെ പോകേണ്ടി വരും. എന്നാലും പോകും, എന്നാലും കാണും. കാരണം അതിനുള്ള സാധനം ഉണ്ട്. പിന്നെ ഓവർ ഹൈപ്പിന്റെ പരിപാടി കങ്കോടോട് നിർത്തിയിട്ടുണ്ട്. എന്നാലും പറയാലോ, സാധനം പൊള്ളിയാണ്, നരിയാണ്. ഇവര് ഫസ്റ്റ് പുഷ്പ എന്താ തന്നിട്ടുള്ളത് വെച്ചാൽ അതിന്റെ ഒരു 5 ഇരട്ടി കൂട്ടിയിട്ടുണ്ട്. സീരിയസ്ലി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും കാണുമ്പോൾ. നമ്മളാ ഫസ്റ്റ് പുഷ്പയിൽ തന്നിട്ടുള്ള, പക്ഷെ വേറൊരു കാര്യമുണ്ട്, പുഷ്പയിൽ തന്നിട്ടുള്ള ഒരു കറക്റ്റ് അളവിലായിരുന്നു. ഇത് കൂടുമ്പോൾ വരുന്ന ചില പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ഭയങ്കര ഓവറായിട്ട് ഫീൽ ചെയ്യും. എത്രക്കൊക്കെ വേണമെന്നുള്ള രീതിയിൽ ഫീൽ ചെയ്യും. അങ്ങനെ കൊണ്ടുപോകാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന ഇതിന്റെ ഒപ്പം ഉണ്ടെങ്കിലും സംഗതി ട്രെയിലർ കാണാൻ നല്ല കളറായിട്ടുണ്ട്. മലയാളം വന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിന്റെ മലയാളം വേറെ ലെവലായിരിക്കും. ഇതിൽ പറഞ്ഞിട്ടുള്ള ഒരു സംഗതി ഉണ്ട്. ഇതിൽ മലയാളം അടിച്ചിട്ട് കിട്ടുന്നില്ല കേട്ടോ. ഇതിൽ പറഞ്ഞിട്ടുള്ള വേറൊരു സംഗതി ഉണ്ട്. അതായത് ഒരു ഹസ്ബൻഡ് ഭാര്യ പറയുന്നത് കേട്ടാൽ എന്ത് സംഭവിക്കുന്നത് ഈ ലോകത്തിൽ ഞാൻ കാണിക്കുന്ന പറഞ്ഞത്. അതൊക്കെ ഒരു പൊലൻ സാധനമായിരിക്കും. അതായത് എന്തെങ്കിലും കാര്യത്തിൽ പെട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും എന്താ പറയാ, രശ്മികയുടെ ക്യാരക്ടർ വന്നിട്ട് പൊളിച്ചെടുക്കാൻ പറയണത്. പിന്നെ ഫുൾ ഫയർ അല്ല, വൈൽഡ് ഫയർ എന്ന് പറഞ്ഞു. ഞാൻ അത് എനിക്ക് തോന്നി ഫയർ ആണോ, പക്ഷെ അതൊക്കെ രസമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ കുറച്ച് അവരുടെ ആ ഒരു ട്രേഡ് മാർക്ക് സാധനങ്ങളൊക്കെ നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ആ ബ്രാൻഡാണെന്ന് പറയുന്ന സാധനം, അതുപോലെ ഈ പുഷ്പ ഫ്ലവർ അല്ല ഫയർ ആണെന്ന് പറഞ്ഞ സാധനം, അത് അവിടെ ഫഹദിന്റെ ക്യാരക്ടർ വീഡിയോ ഒട്ടിച്ചിട്ട് ഫയർ ആണോ ചോദിക്കുമ്പോൾ നോ, വൈൽഡ് ഫയർ എന്ന് പറഞ്ഞ രസമായിട്ടുണ്ട്. പിന്നെ ഇത് ഒരു 90% ഒരു അല്ലു അർജുൻ ഷോ, ബാക്കി 10%
അല്ലു അർജുൻ ഫഹദ് ഫാസിൽ നേർക്ക് നേരിലൊരു യുദ്ധം ഉണ്ടാവും. രണ്ടും കൂടെ നമുക്ക് ഇതിന് തീപുരമായിട്ടായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എനിക്ക് എന്തായാലും ട്രെയിലർ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പക്ഷെ ഇതിന്റെ മലയാളം കാണാൻ പറ്റുന്നതിന് ഭയങ്കര സങ്കടമുണ്ട്. സംഭവം എഴുതി കാണിക്കേണ്ടത് മലയാളം എന്നൊക്കെ, പക്ഷെ മലയാളം ട്രെയിലർ വന്നില്ല. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ വന്നോന്ന് അറിയില്ല. എന്തായാലും ട്രെയിലർ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരു സമയത്ത് നമ്മൾ അതിന്റെ മലയാളം തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. കാരണം മലയാളം ട്രെയിലറിന്റെ ഇമ്പാക്ട് അത് വേറെ തന്നെയാണ്. നമ്മുടെ ചെക്കന്റെ വോയിസും, പുള്ളിന്റെ പേരെന്തായിരുന്നു, നമ്മള് വോയിസ് എടുക്കുന്ന ആളുടെ പേരെന്താടാ, അയ്യോ ജിസ്ജോയിന്റെ വോയിസിൽ ആ ഡയലോഗ് ഉണ്ടല്ലോ, വൈൽഡ് ഫയർ എന്ന് പറയുന്നതും അതുപോലെ ഈ ഭാര്യ പറയുന്നത് ഭർത്താവ് കേട്ടാൻ സംഭവിക്കുന്നു പറയുന്ന ഡയലോഗ് ഒക്കെ ഭയങ്കര രസമായിരിക്കും. അതായത് പുഷ്പവല്ലി എന്റെ ഭാര്യയാണെന്ന് പറയുന്നതൊക്കെ എന്ത് ഡയലോഗ് പറയാനും ജിസ്റ്റോയുടെ വോയിസിൽ കേൾക്കുമ്പോൾ നമുക്കൊരു സംതൃപ്തിയുള്ളൂ. എന്താ ലാസ്റ്റ് മലയാളി മറ്റൊരു വോയിസും നമുക്ക് ഒട്ടും അങ്ങോട്ട് അക്സെപ്റ്റബിൾ അല്ല. ഈവൻ ഹിന്ദി ഞാൻ ഇതിനു മുമ്പ് ചെയ്യുന്ന മുമ്പ് ജസ്റ്റ് ഒന്ന് ഹിന്ദി ഇട്ടു നോക്കി, ജസ്റ്റ് ആ സൗണ്ട് അയ്യോ വേണ്ട എടുത്ത് വെച്ചു. കാരണം ഒട്ടും നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഇവിടെ തെലുഗു ഒക്കെ അടിപൊളിയാണ്, പക്ഷെ അതിനപ്പുറത്തേക്ക് ജിസ്ജോയ് അണ്ണന്റെ വോയിസ് വരണം. അപ്പോഴാണ് അല്ലു അർജുൻ മല്ലു അർജുൻ ആകുന്നത്. മല്ലു അർജുനെ കാണാൻ എനിക്കിഷ്ടം. നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. ഐ ജസ്റ്റ് എൻജോയ്ഡ് ഈ ട്രെയിലർ. നേരത്തെ പറഞ്ഞ പോലെ കൊതുകൊക്കെ പാറി നടക്കുന്നുണ്ട് നേരത്തെ. കാരണം ഇവിടെ പുറത്ത് കുറച്ച് പണിയുണ്ട്, അതിന്റെ അടിയിലാണ് വന്ന് ചെയ്യുന്നത്. കൈമൊക്കെ നല്ല കരിയെ കാണാനുണ്ട്. അതിന്റെ ഇടയിൽ ഞാൻ ഓടി വന്ന് ഈ സാധനം ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടാണ്. എനിവേ നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. മലയാളം വന്നിട്ടുണ്ടോ, നിങ്ങൾ കണ്ടോ, അതുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമന്റ് രേഖപ്പെടുത്തുക. ആരൊക്കെ FDFS ലോക്ക് ചെയ്തു, എവിടേക്കാണ് കിട്ടിയിട്ടുള്ളത്, എത്ര മണിക്കാണ് ഷോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ചയിൽ പറയണം മച്ചന്മാരെ. അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ